നമസ്കാരം. നമ്മളിൽ പലരും അറിയാതെ അബദ്ധങ്ങളിലേക്ക് എടുത്ത് ചാടാറുണ്ട്. അത്തരത്തിൽ ചാടിക്കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള കോൺസിക്വൻസ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. പ്രത്യേകിച്ച് നമുക്ക് ഒരു നിയമത്തെക്കുറിച്ചിട്ടുള്ള വ്യക്തമായിട്ടുള്ള ധാരണ ഇല്ലാതെ ചാടുന്ന അബദ്ധങ്ങൾ. അപ്പോൾ ട്രേഡ് മാർക്കുമായി ബന്ധപ്പെട്ടിട്ടും പലരും ഇത്തരത്തിൽ പല അബദ്ധങ്ങളും എടുത്ത് ചാടാറുണ്ട്. പിന്നീട് അവർ ഫേസ് ചെയ്യുന്ന കോൺസിക്വൻസ് എന്ന് പറയുന്നത് അവരുടെ ബിസിനസ്സിനെ തന്നെ ഇല്ലാതാക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കാറുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. പല ആളുകളും ഞാൻ കണ്ടിട്ടുണ്ട്, അവർ ട്രേഡ് മാർക്കൊന്നും അപ്ലൈ ചെയ്തിട്ടുണ്ടാവില്ല, ഇവൻ രജിസ്ട്രേഷനും കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷേ പേരിൻ്റെ മേലെ അല്ലെങ്കിൽ ലോഗോൻ്റെ മേലെ 6 എന്ന് എഴുതിയിട്ട് വട്ടമിടാറുണ്ട്. സാധാരണ രജിസ്റ്റേർഡ് ട്രേഡ് മാർക്കിന് യൂസ് ചെയ്യുന്ന ആ ഒരു സിമ്പൽ യൂസ് ചെയ്യാറുണ്ട്, ഈവൻ വിത്തൗട്ട് രജിസ്റ്ററിങ് ഓർ അപ്ലൈയിങ്. ഇത്തരത്തിൽ ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? തീർച്ചയായിട്ടും പ്രശ്നമുണ്ട്. പണ്ടത്തെ ട്രേഡ് മാർക്ക് നിയമപ്രകാരം സെക്ഷൻ 107 സബ്സെക്ഷൻ 2 പറയുന്നത്, ഇത്തരത്തിലൊരു ഫാൾസ് റെപ്രസെൻറ്റേഷൻ നിങ്ങൾ ട്രേഡ് മാർക്കിൽ ചെയ്തു കഴിഞ്ഞാൽ 6 മാസം മുതൽ 2 വർഷം വരെ തടവ് നിങ്ങൾക്ക് കിട്ടാം, അല്ലാന്നുണ്ടെങ്കിൽ ഫൈന് കിട്ടാം, അതല്ലെങ്കിൽ രണ്ടും കൂടെ ഒരുമിച്ചിട്ടും കിട്ടാം. പക്ഷേ ഇപ്പം ജൻവിശ്വാസ് ആക്ട് വന്നതിന് ശേഷം ഈ ട്രേഡ് മാർക്കിലെ ചില കാര്യങ്ങളിലും അമെൻമെൻറ്റ് അവർ വരുത്തിയിട്ടുണ്ട്. അതിലൊന്നാണ് ഈ സെക്ഷൻ 107 സബ്സെക്ഷൻ 2. അതുപ്രകാരം നിങ്ങൾ ഇനി ജയിലിൽ കിടക്കേണ്ട ആവശ്യം വരുന്നില്ല, പക്ഷേ നിങ്ങൾക്ക് പെനാൽറ്റി വരും. അതായത് നിങ്ങൾ ഈ കാലയളവിൽ ഈ 6 യൂസ് ചെയ്തിട്ട് നിങ്ങൾ എത്രത്തോളം പ്രൊഡക്റ്റ് വിറ്റിട്ടുണ്ടോ അത്രയും വാല്യൂ, ആ ടേൺ ഓവറിൻ്റെ 0.5%, അതല്ലാന്നുണ്ടെങ്കിൽ 5 ലക്ഷം രൂപ, ഇതിൽ കുറവ് ഏതാണോ ആ എമൗണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? പെനാൽറ്റി ആയിട്ട് നിങ്ങൾ കൊടുക്കേണ്ടതായിട്ട് വരും. ഈ ഒരു നിയമം ഉള്ളത് പലർക്കും അറിയത്തില്ല. അതുകൊണ്ട് ആരെങ്കിലും ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ, നിങ്ങളുടെ ശത്രുക്കളായിക്കോട്ടെ, ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പെടും. അതുകൊണ്ട് അത്തരത്തിൽ ട്രേഡ് മാർക്ക് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ കിട്ടാതെ 6 ഇപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി അത് എല്ലാ സ്ഥലങ്ങളിൽ നിന്നും മാറ്റിക്കോളൂ. ദെൻ നേരെ ട്രേഡ് മാർക്ക് ആപ്ലിക്കേഷൻ നിങ്ങൾ ഫയൽ ചെയ്തോളൂ. ഇനി ഇത് മാത്രമല്ല, കുറച്ചുകൂടി ഗുരുതരമായിട്ടുള്ള ട്രേഡ് മാർക്ക് ഇൻഫ്രിഞ്ച്മെൻറ്റ്സും ഉണ്ട്. അതിനെ കുറച്ചുകൂടി ശിക്ഷ കഠിനവുമാണ്. ഇപ്പോൾ സെക്ഷൻ 103 പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് ഫാൾസിഫയിങ് എ ട്രേഡ് മാർക്ക്. നിങ്ങളൊരു പേരിൽ ഓൾറെഡി ഒരു ബ്രാൻഡ് ഇറക്കുന്നു, മറ്റെവിടെയോ ഇതേ പേരിൽ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ളൊരു ബ്രാൻഡ് ഉണ്ട്. സോ നിങ്ങളവിടെ ചെയ്യുന്നത് ഫാൾസിഫയിങ് ആണ്. ഇത്തരത്തിൽ നിങ്ങളൊരു ഡ്യൂപ്ലിക്കേറ്റ് ബ്രാൻഡ് ഇറക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഇതിൻ്റെ പരിധിയിൽ വരും. ശിക്ഷ എന്താണെന്നുള്ളത് ഞാൻ വഴിയെ പറയാം. ഇത് മാത്രമല്ല, നിങ്ങൾ ഈ പ്രോഡക്റ്റ് വിൽക്കണമെന്നില്ല. ഇത്തരത്തിൽ ഡ്യൂപ്ലിക്കേറ്റ് ഒരു ബ്രാൻഡ് ഉണ്ടാക്കിയിട്ട് വിൽക്കണമെന്നില്ല. ഇത് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സ്ഥാപനമാണെന്നുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് ഇപ്പോൾ ധാരാളം ഇത്തരത്തിൽ ഫാൾസിഫൈങ് നടക്കുന്ന ടീഷർട്ട്സിലാണ് ഡ്യൂപ്ലിക്കേറ്റ് ബ്രാൻഡുകൾ വരുന്നുണ്ടോ, നൈക്കിയുടെ ആണെങ്കിലും അഡിഡാസിൻ്റെ ആണെന്നുണ്ടെങ്കിലും എല്ലാം. അപ്പം ഇത്തരത്തിൽ ടീഷർട്ടുകളിൽ നിങ്ങൾ നൈക്കിൻ്റെ ആ ഒരു സിമ്പിൾ അല്ലെങ്കിൽ അഡിഡാസിൻ്റെ സിമ്പിളൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരു പ്രിൻറ്റിംഗ് ഷോപ്പാണ് നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ ചെയ്യുന്നത് ആ ഫ്രോഡ്ലന്റ് ആക്ടിവിറ്റിയെ സപ്പോർട്ട് ചെയ്യുകയാണ്. നിങ്ങൾ ഇത്തരത്തിലൊരു മിഷൻ ഹോൾഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ പ്രോസസ്സിൽ നിങ്ങൾ ഏർപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളും ഇതിൻ്റെ പരിധിയിൽ വരും. ഈ ശിക്ഷ നിങ്ങളും അനുഭവിക്കേണ്ടതായിട്ട് വരും. അതുമാത്രമല്ല, മറ്റു ചിലർ ചെയ്യുന്നതാണ്, ഇപ്പം ചില പ്രോഡക്ട്സിൽ, ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള പ്രോഡക്ട്സിൽ അതിലെ കൺട്രി ഓഫ് ഒറിജിൻ എവിടെ നിന്നാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളത് മെൻഷൻ ചെയ്യേണ്ടത് മാൻഡേറ്ററി ആണ്. ചില പ്രോഡക്ട്സിൽ, പ്രത്യേകിച്ച് ഫുഡ് പ്രോഡക്ട്സിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഇത് നിങ്ങൾ മറച്ചു വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കൺട്രി ഓഫ് ഒറിജിൻ നിങ്ങളെടുത്ത് മാറ്റുന്നു, ഈ നിയമത്തിന് പരിധിയിൽ വരും. ഇനി അതല്ല, ഈ പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്ന വേറെ ഏതോ രാജ്യത്താണ്, നിങ്ങൾ അതിനെ എടുത്ത് കളഞ്ഞിട്ട് മെയ്ഡ് ഇൻ ഇന്ത്യ എന്നോ മെയ്ഡ് ഇൻ വേറെ ഏതെങ്കിലും സ്ഥലത്തിൻ്റെ പേര് വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ മെയ്ഡ് ഇൻ വയനാട് എന്ന് വെച്ചുകൊണ്ട് നിങ്ങൾ ഈ പ്രോഡക്റ്റ് ഇറക്കി കഴിഞ്ഞാൽ അതും ഒരു ഫ്രോഡ്ലന്റ് ആക്ടിവിറ്റിയാണ്. അതും ഈ നിയമത്തിൻ്റെ പരിധിയിൽ വരും. ഇത്തരത്തിലുള്ള പരിപാടി നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇതിൻ്റെ പണിഷ്മെൻ്റ് എന്ന് പറയുന്നത് 6 മാസം മുതൽ 3 വർഷം വരെ ജയിലിൽ കിടക്കേണ്ട ഒരു അവസ്ഥ വരാം. അല്ലാന്നുണ്ടെങ്കിൽ 50,000 രൂപ മുതൽ 2 ലക്ഷം രൂപ വരെ നിങ്ങൾ ഫൈന് കൊടുക്കേണ്ടതായിട്ടുള്ളൊരു അവസ്ഥ വരാം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് രണ്ടും കൂടെ ഒരുമിച്ചിട്ട് നിങ്ങൾ അനുഭവിക്കേണ്ടതായിട്ടുള്ളൊരു അവസ്ഥയും വരാം. റീസെൻ്റ്ലി ധാരാളം കേസുകൾ ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ നൈക്കിയുടെയൊക്കെ ഇത്തരത്തിലുള്ള ഫാൾസ് ബ്രാൻഡ് ഉണ്ടാക്കുന്ന സ്ഥാപനങ്ങൾ റെയ്ഡ് നടത്തിയിട്ട് അവർക്ക് വലിയ തുകയാണ് പെനാൽറ്റി ആയിട്ട് കൊടുക്കുന്നത്. ഈ വലിയ തുക എന്ന് പറയുന്ന സമയത്ത് ഈ 50,000 രൂപ അല്ലെങ്കിൽ 2 ലക്ഷം രൂപയല്ല, 50 ലക്ഷം രൂപ, ആ ഒരു പരിധിയിലൊക്കെയാണ് പലപ്പോഴും കോടതി ഇതിന് കൊടുക്കാനും. ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഇത്തരത്തിലുള്ള തെറ്റുകളാണ്. അറിയാതെ ചെയ്യുന്നതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചെറിയ പിഴത്തുകയൊക്കെ, അല്ലെങ്കിൽ ഇതിനെ ഈ പ്രൊഡക്റ്റിനെ ഡിസ്പോസ് ചെയ്യാന്നുള്ള വിധികളായിരിക്കും അവർ കോടതി വിധിക്കുന്നത്. പക്ഷേ അറിഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് തെറ്റല്ല, അത് ശരിക്കും ഒരു ഫ്രോഡ്ലന്റ് ആക്ടിവിറ്റിയാണ്. അപ്പോൾ അവിടെ പിഴത്തുക വലിയ രീതിയിൽ കൂടുക തന്നെ ചെയ്യും. ഒരുപാട് കേസുകൾ വരുന്നുണ്ട്, ഒരുപാട് കേസുകൾ മീഡിയാസിൽ അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതല്ലാതെ തന്നെ എന്നെ പലരും അപ്രോച്ച് ചെയ്യുന്നുണ്ട്, ഇത്തരത്തിലൊരു നോട്ടീസ് വന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പം നിങ്ങൾ ഇത്തരത്തിൽ ഈവൻ അറിയാതെ ആയിരിക്കാം നിങ്ങൾ ഒരു പക്ഷേ ചെയ്യുന്നത്. ഇത്തരത്തിൽ വേറെ എന്തെങ്കിലും ഒരു ട്രേഡ് മാർക്കിൻ്റെ ആ ഒരു പേര് വെച്ചുകൊണ്ടായിരിക്കും നിങ്ങളുടെ ബ്രാൻഡ് ഇറക്കുന്നത്. ഒന്ന് ശ്രദ്ധിക്കുക.
ഒന്ന് ശ്രദ്ധിച്ച് അത് ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തുക, വേറെ ആരും യൂസ് ചെയ്യുന്നില്ല എന്നുള്ളത് നിങ്ങൾ ഒന്ന് ഉറപ്പ് വരുത്തുക. ഇത് മാത്രമല്ല, നിങ്ങളുടെ പാക്കേജ് ഡിസൈൻ ആണെന്നുണ്ടെങ്കിലും ഇത് ഓൾറെഡി ഏതെങ്കിലും ബ്രാൻഡിൻ്റെ കോപ്പി അടിച്ചിട്ടാണെന്നൊരു വിഷയം നിങ്ങൾ പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല, ആ ഡിസൈനർ ചെയ്തു തരുന്ന പരിപാടിയായിരിക്കാം. അത്തരത്തിലാണെന്നുണ്ടെങ്കിൽ അതും ഇതിൻ്റെ പരിധിയിൽ വരും, അതും ഫാൾസിഫയിങ് ആണ്, അതും ഒരു ഫ്രോഡുലന്റ് ആക്ടിവിറ്റിയാണ്, നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഒരു പ്രത്യാഘാത നേരിടേണ്ടതായിട്ട് വരാം. അതുകൊണ്ട് ഇതെല്ലാം കൃത്യമായിട്ട് ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കുക. പല ഓൺട്രപ്രണേഴ്സും ഇതിനെക്കുറിച്ചിട്ട് അവർ ചിന്തിക്കുന്ന പോലുമില്ല, അവർക്ക് അറിയത്തില്ല, അവരത് ടോട്ടലി ഇഗ്നോർ ചെയ്യാറുണ്ട്. ഒരിക്കലും ചെയ്യരുത്, ഇതിൻ്റെ കോൺസിക്വൻസ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. നിങ്ങൾക്ക് ട്രേഡ് മാർക്കുമായി ബന്ധപ്പെട്ടുള്ള സർവീസസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കണക്ട് ചെയ്യാവുന്നതാണ്, അതിൻ്റെ കൺസൾട്ടേഷൻ നമ്മളെ കണക്ട് ചെയ്യാവുന്നതാണ്. മാത്രമല്ല നിങ്ങളുടെ ബ്രാൻഡിൻ്റെ അസസ്മെൻറ്റ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ബ്രാൻഡിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അതിന് എന്തെങ്കിലും ഒരു ലീഗലി വിഷയങ്ങൾ വരാനായിട്ടുള്ള സാധ്യതയുണ്ടോ, ഈ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇത്തരത്തിലൊരു ഹെൽത്ത് ചെക്കപ്പ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ മാർക്കറ്റിംഗ് അസറ്റ്സും നിങ്ങളുടെ പ്രോഡക്ട്സും എല്ലാ കാര്യങ്ങളും നമ്മൾ പരിശോധിച്ച് അതിൻ്റെ ഒരു പ്രോപ്പർ റിപ്പോർട്ടായിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങൾക്ക് കണക്ട് ചെയ്യാം, നിങ്ങൾക്ക് ആ ഒരു പാക്കേജ് നമ്മുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. മറ്റൊരു വിഷയമായിട്ട് കാണാം. അതുവരെ സിജു രാജൻ സൈനിങ് ഓഫ്. ഗുഡ് ബൈ.